ശ്രീ ആർ വി ബാബു, ഈ എമ്പുരാൻ സിനിമയ്ക്കെതിരെ വലിയ വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇടത് ജിഹാദി അജണ്ട ഒളിച്ചുകടത്താനുള്ള ശ്രമമുണ്ടായി. ഇപ്പോൾ RSSന്റെ ദേശീയ നേതാവ് A ജയകുമാർ ആരോപിക്കുന്നത് മോഹൻലാലിനെയും അതുപോലെ ഗോകുലം ഗോപാലനെയും ഇല്ലായ്മ ചെയ്യാൻ, തകർക്കാനുള്ള ഒരു ഇടത് ജിഹാദി അജണ്ട കൂടി ഇതോടൊപ്പം പുറത്തു വരികയാണ് എന്നാണ്. എങ്ങനെയാണ് ഹിന്ദു ഐക്യവേദി ഈ വിഷയത്തെ കാണുന്നത്? ഈ വിഷയത്തില് ഈ സിനിമ തീർത്തും നിർദോഷകരമായി എടുത്ത ഒരു കലാസൃഷ്ടിയാണ് എന്നൊരു അഭിപ്രായം നമുക്ക് ഇപ്പോ വെക്കാൻ പറ്റില്ല. കാരണം ഈ സിനിമ കൃത്യമായ ഒരു രാഷ്ട്രീയം സംസാരിക്കുന്നു. ആ രാഷ്ട്രീയം ഹിന്ദു വിരുദ്ധ രാഷ്ട്രീയമാണ്. അടിസ്ഥാനപരമായി ഭാരതത്തിന്റെ ഇതപര്യന്തമുള്ള മാനവിക സാഹോദര്യത്തിന് ഉദാത്തമായ സംഭാവനകൾ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ അതിന് മാതൃകയായിട്ടുള്ള ഹൈന്ദവ സമൂഹത്തിനെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു സിനിമയാണിത്. ഈ സിനിമയിലെ ഞാൻ ഈ സിനിമ കണ്ട ഒരാളെന്ന നിലയ്ക്ക് വളരെ വ്യക്തമായി പറയാൻ കഴിയും, ഏകപക്ഷീയമായി ഹിന്ദുക്കളെ കുറ്റപ്പെടുത്തുന്ന ഒരു സിനിമ. മുസ്ലിം സമൂഹത്തിനെ, അല്ലെങ്കിൽ ആ മുസ്ലിം സമൂഹത്തിനോട് കാണിക്കുന്ന അക്രമങ്ങൾ, ക്രൂരമായ രീതിയിലുള്ള അക്രമങ്ങൾ ഹിന്ദുക്കൾ കാണിക്കുന്നതായിട്ടാണ് ഈ സിനിമ പറയുന്നത്. അതിക്രൂരമായിട്ട് ഗർഭിണികളെ ഉൾപ്പെടെ ക്രൂരമായി കൊല ചെയ്യുന്ന. എന്നാൽ ഈ സിനിമ ഗോദ്രയെ കുറിച്ച് പരാമർശിക്കുന്നില്ല, അഥവാ ഗോദ്രയിൽ നടന്ന കൂട്ടക്കൊലകളെ സംബന്ധിച്ച് ഈ സിനിമ ചർച്ച ചെയ്യുന്നില്ല. 59 കർഷകരെ പച്ചയ്ക്ക് ചുട്ടുകൊന്ന ഗോദ്ര സംഭവത്തെ കുറിച്ച് ഈ സിനിമ ചർച്ച ചെയ്യുന്നില്ല. 273 പേരാണ് ഈ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് ഹിന്ദുക്കൾ കൊല ചെയ്യപ്പെട്ടത്. ആ 273 പേര് സ്വയം വെടിവെച്ച് മരിച്ചതല്ല, അവരെയും ഇതുപോലെ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടതാണ്. അപ്പൊ ഈ സിനിമ ഏകപക്ഷീയമായി മുസ്ലിം വംശകത്തെ കുറിച്ച് പറയുകയും അതിന്റെ ഉത്തരവാദികൾ ഹിന്ദുക്കളാണെന്ന് സ്ഥാപിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, ആ ഗുജറാത്ത് കലാപത്തിന് നേതൃത്വം കൊടുത്തവര് കേരളത്തിൽ അവര് ഹിന്ദുത്വ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വക്താക്കളായിട്ട് അവര് വരുന്നു. എന്നിട്ട് കേരളത്തിൽ അക്രമം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. കേരളത്തിൽ എന്നാൽ കേരളത്തിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ചർച്ച ചെയ്യുന്ന ഇസ്ലാമിക തീവ്രവാദത്തിന്റെ വളർച്ചയും സ്വാധീനമാണ്. പോപ്പുലർ ഫണ്ട് നിരോധിക്കപ്പെട്ട ഒരു സംസ്ഥാനമാണിത്. IS റിക്രൂട്ട്മെന്റ് ചെയ്യപ്പെട്ടതിന്റെ വാർത്തകൾ കൊണ്ട് നിറഞ്ഞൊരു സംസ്ഥാനമാണ്. അവലും മലരും കരുതി വെക്കാൻ ആഹ്വാനം ചെയ്തൊരു സംസ്ഥാനമാണ്. പച്ചയ്ക്ക് അമ്പലമുറ്റത്ത് കെട്ടിത്തൂക്കി കത്തിക്കുമെന്ന് പറഞ്ഞൊരു സംസ്ഥാനമാണ്. തീവ്രവാദത്തിന്റെ വിഹാരരംഗമായിട്ട് കേരളം നിൽക്കുമ്പോൾ കേരളത്തിലെ ഇസ്ലാമിക തീവ്രവാദത്തെ കുറിച്ച് സിനിമ രക്ഷണം വേണ്ടുന്നില്ല. മറിച്ച് ഹിന്ദുത്വ സംഘടനകൾ ഈ അതിന്റെ നേതൃസ്ഥാനത്തേക്ക് കടന്നു വരികയും ആ ഗുജറാത്ത് കലാപത്തിന് നേതൃത്വം കൊടുത്തവർ കേരള രാഷ്ട്രീയത്തിൽ അക്രമം നടത്താൻ വേണ്ടി ഇടുക്കി ഡാമിന് ബോംബ് വെക്കുമെന്ന് പറയും. ആരാ പറയുന്നത്? ഹിന്ദുത്വ സംഘടനയുടെ നേതാവ്. ഈ നിലയ്ക്ക് ഈ സിനിമ അങ്ങേയറ്റം രാജ്യദ്രോഹപരമായ ജനങ്ങളെ വിഭജിക്കുന്ന ഒരു സിനിമയാണ്. മതത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ വിഭജിക്കുന്ന ഒരു സിനിമയാണെന്ന് പറയാതിരിക്കാൻ നിർത്തിയില്ല.